ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് അറിയാം, നമ്മളിന്ന് ഫുള്ള് ക്ലീനിങ് ആണ് കേട്ടോ. നമ്മുടെ പറമ്പ് നമ്മൾ എത്രത്തോളം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവോ അത്രത്തോളം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാമെന്നാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. എത്രത്തോളം പോസിബിൾ ആവുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാനും മമ്മി മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ പപ്പയും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു മത്തങ്ങയുടെ ഒരു വള്ളിയാണെന്ന് തോന്നുന്നു, എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും അവിടെ പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. ഞാൻ ആദ്യമേ തന്നെ അതൊന്ന് പടർത്തി വിടാൻ വേണ്ടിയിട്ട് വള്ളിയിലോട്ട് കയറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആ ഒരു തെങ്ങിൻ്റെ ചോട്ടിൽ അത്യാവശ്യം നീളത്തിൽ തന്നെയുള്ള പോച്ചകളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. ഞാനും കൂടെ വിചാരിച്ചു ഒന്ന് പറിച്ചെടുക്കാന്നുള്ളത്. കാരണം ഞാൻ ഈ ഒരു മേഖലയിൽ കൈവച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മണ്ടഭാഗം മാത്രമേ പൊട്ടി വരത്തുള്ളൂ. മൂടോടെ പിഴുതെടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷേ ആ ഒരു ഭാഗത്തെ പോച്ചകളൊക്കെ ഒന്ന് പിഴുതെടുത്തപ്പോഴത്തേക്ക് അത്യാവശ്യം പിഴുത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഇൻട്രസ്റ്റ് ആയി അത് ചെയ്യാനെ കൊണ്ട്. അങ്ങനെ ഞാനും കൂടെ അവരുടെ കൂടെ കൂടിയിട്ടുണ്ട്. പപ്പയുടെ ഒരു പരിപാടി എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് ചായ കുടിച്ചത് ഇപ്പോൾ 6 മണിയാണെങ്കിൽ 6 മണി, അതല്ല 7 മണിയാണെങ്കിൽ 7 മണി, പപ്പ എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് ആ സമയത്ത് ഒരു ചായ നിർബന്ധമാണ് കേട്ടോ. ചായ കുടിച്ച് കഴിഞ്ഞാൽ ഉടനെ എത്രയും പെട്ടെന്ന് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളോ അല്ലെങ്കിൽ എവിടേക്കാണോ പോച്ച കയറി കിടക്കുന്നത് ആ ഭാഗത്തേക്ക് ഒന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് പപ്പയുടെ രാവിലത്തെ പരിപാടി എന്ന് പറയുന്നത്. പപ്പയ്ക്ക് കാലിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് നിന്ന് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ താഴെ ഇരുന്നിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കാലൊക്കെ അഴിച്ച് മാറ്റി വെച്ചിട്ട് ഒരു സൈഡിൽ നിന്നേ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പെതുക്കെ മുമ്പോട്ട് പോയി ഇങ്ങനെ പപ്പ ഇങ്ങനെ ആ കൊടുവാളിന് ഇങ്ങനെ അടിയിലെ തോണ്ടി എടുത്തിട്ട് ഇങ്ങനെ അതങ്ങനെയാണ് കേട്ടോ പോച്ച എടുത്ത് മാറ്റാറുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ആ പോച്ച പറിച്ചെടുക്കാനൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ പിഴുത് വരുന്നുണ്ടായിരുന്നു. നല്ല നീളത്തിലുള്ള പോച്ചയാണ് കേട്ടോ. പശുവൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള പോച്ചയാണ്. എന്തായാലും അപ്പോൾ അത് ആ സമയത്ത് മമ്മി പറയുന്നുണ്ടായിരുന്നു, നീ പിഴുതെടുക്കുന്നതൊക്കെ കൊള്ളാം, മണ്ടഭാഗം മാത്രം പിച്ചി പോകരുതെന്ന്. പക്ഷേ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം ആ ഒരു ഭാഗത്ത് മണ്ണിൽ നന്നായിട്ട് വെള്ളത്തിൻ്റെ മയമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പിഴുതു വരുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അവിടെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ടൈം കൊണ്ട് മമ്മി അപ്പുറത്തെ സൈഡിൽ നമ്മുടെ കുഞ്ഞു കുന്താലിയും കൊണ്ടാണ് കേട്ടോ കിളച്ച് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പോച്ചയൊക്കെ ചെത്തി എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പോച്ചയുടെ ഇടയ്ക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുമാതിരി വള്ളിയുടെ കൂട്ടുള്ള ടൈപ്പ് പോച്ച വരും. അത് എത്ര പിഴുതെടുത്താലും നമ്മൾ എത്ര ചെത്തിയെടുത്താലും അതിൻ്റെ ആ ഒരു മൂട് ഭാഗം കിട്ടത്തില്ല. ഭയങ്കര റിസ്ക് ആണ് കേട്ടോ ആ ഒരു പോച്ച പറിച്ചെടുക്കാനെ കൊണ്ട്. അങ്ങനെ ആ ഒരു ഭാഗത്ത് കുറച്ചൊക്കെ ഞാനും ഒന്ന് പിച്ചി മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും മൊത്തത്തിൽ എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലുള്ള വള്ളിയുടെ ടൈപ്പ് പോച്ചകളായിരുന്നു ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പപ്പ പറഞ്ഞു പപ്പ അത് ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പോൾ പിച്ചി എടുത്താൽ പോരുന്ന വിധത്തിലുള്ള പോച്ചകൾ ഞാൻ തെരഞ്ഞു പിടിച്ച് ഓടി നടന്ന് പിച്ചി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു ചീരയുടെ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പിച്ചി എടുക്കുന്നുണ്ട്. നമ്മുടെ ചീരയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഈ നിൽക്കുന്ന ചീര നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റില്ല. കാരണം അതിനകത്ത് മൊത്തം അതിൻ്റെ സീഡുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സീഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് നിർത്തിയിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഇലകളൊക്കെ ഒന്ന് പിച്ചിയെടുക്കാം. നമുക്ക് തോരൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇലകൾ മാത്രം പിച്ചിയെടുക്കാം. അതിനകത്ത് ചെറിയ പൂക്കളൊക്കെ വന്നു തുടങ്ങി, അതിനകത്തൊക്കെ സീഡായിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് ഉണങ്ങട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ അതിനെ വിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഉണങ്ങിയൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ വിത്തുകളൊക്കെ അതിനകത്ത് നിന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നല്ല ഇനത്തിലെ തന്നെ ചീരയാണ്, നല്ല ടേസ്റ്റുള്ള ചീരയാണ്. നമ്മൾ ഒരുപാട് അതിനകത്ത് നിന്ന് പിച്ചി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ സീഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർത്തിയിരിക്കുന്നത്. അടുത്ത് ഇപ്പുറത്തെ ഒരു പടയിലേക്ക് വന്നിട്ട് അതിൻ്റെ ഒരു പാത്തി സൈഡിലെല്ലാം നല്ല രീതിയിൽ പോച്ച ഉണ്ടായിരുന്നു. ആ പോച്ചകളും ഒക്കെ നന്നായിട്ട് പിച്ചി വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ആടിനൊക്കെ കൊടുക്കുന്ന ഒരു സൈസിലെ ചെറിയൊരു പയറൊക്കെ വരുന്ന ഒരു ടൈപ്പിൽ ഒരു നീളത്തിലുള്ള ഒരു പോച്ചയുണ്ട് കേട്ടോ. ആ ഒരു പോച്ചയാണ് ഇത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പിച്ചി എടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ചാണകമൊക്കെ ഇട്ട് കൊടുത്തതുകൊണ്ട് പെട്ടെന്നാണ് കേട്ടോ പോച്ചയ്ക്കൊക്കെ ഗ്രോത്ത് ആവുന്നത്. കാരണം ഒരുപാട് വളങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇതുങ്ങൾക്ക് പിടിച്ച് വരുന്നതിന് വലിയ കാലതാമസം ഇല്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഒരു സൈഡ് ഒന്ന് ക്ലിയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ആദ്യം ക്ലിയർ ചെയ്ത ഭാഗത്തൊക്കെ വീണ്ടും ഇങ്ങനെ കിളിച്ച് തുടങ്ങാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് ഓക്കെ ആക്കി അവിടെ എടുക്കുന്നുണ്ട്.
പിന്നെ അതുമല്ല നമ്മൾ എപ്പോഴും ഇവിടെ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമല്ലേ, അപ്പോഴും പോച്ച കിളിച്ച് വരുന്നതിന് വലിയ പാടുണ്ടാവില്ല. അങ്ങനെ ഞാൻ ആ ഒരു പണയിലൊക്കെ പോച്ചകളൊക്കെ ഇങ്ങനെ പിച്ചി എടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തെല്ലാം നമ്മളിനി വെണ്ടയുടെ തൈകളൊക്കെ ചെറുതായിട്ട് ആ ഒരു ഭാഗത്ത് തന്നെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല, പക്ഷെ ആ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വെണ്ടയൊക്കെ കിളിച്ച് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് പിരിച്ച് നടണം. ദേ ആ കാച്ചിൽ വള്ളിയോട് കൂടി ചേർന്ന് നടക്കുന്ന പോച്ചയുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മൾ എത്ര പിഴുതെടുത്താലും അത് പിഴുതു വരില്ല. നമ്മൾ അതിനെ ഒന്ന് ചെത്തി എടുത്താൽ ഭയങ്കര പാടാണ്. അതിൻ്റെ മൂട് അവിടെ തന്നെ ഇങ്ങനെ നിലം പൊത്തി തന്നെ നിൽക്കും കേട്ടോ. അപ്പം ഭയങ്കര ടാസ്ക്കാണ് അത് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വേണ്ട അവിടെ എല്ലാം നമ്മുടെ ചീവക്കിഴങ്ങ് അല്ലെങ്കിൽ കൂർക്ക നട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിളിച്ച് വരുന്നുണ്ട്. പക്ഷേ അതിനകത്ത് കായ്ഫലങ്ങളായിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയാൻ വയ്യ. എന്തായാലും നമ്മൾ അതൊക്കെ നട്ടിട്ട് ഒരുപാട് നാളുകളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ആയി വരാൻ ഇനിയും സമയം എടുക്കും, കുറേ താമസമുണ്ട്. അതിൻ്റെയൊക്കെ ഇലകൾ നന്നായിട്ട് ഗ്രോത്തായി അതിൻ്റെ ആ ഒരു തണ്ടിനൊക്കെ നല്ല കനമൊക്കെ വരുമ്പോഴത്തേക്കാണ് അതിനകത്ത് അതിൻ്റെ വിത്തുകളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു ഭാഗത്തുമൊക്കെ പോച്ച പിച്ചിയെടുക്കുന്നുണ്ട്. പിന്നെ മമ്മി രാവിലെ കുന്താലയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. നല്ല രീതിയിൽ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. കുറേ നേരമൊക്കെ ഇങ്ങനെ ചെത്തിയെടുക്കുമ്പോഴത്തേക്കൊക്കെ കൈ നല്ല രീതിയിൽ പെയിൻ ആവുന്നുണ്ട്. പക്ഷെ നമ്മുടെ സാധാരണ കുന്താലിയെ പോലെ അല്ല ഇത് കേട്ടോ. നമ്മൾ ഈ ഒരു കുന്താലിക്ക് എന്ന് വെച്ചാൽ തീരെ ഭാരമില്ല. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. മസ്റ്റായിട്ടും കൃഷിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് വാങ്ങിക്കാൻ മറക്കണ്ട കേട്ടോ. നമ്മളൊരു സാധാരണ ഒരു കുന്താലി എടുത്ത് നമ്മളിങ്ങനെ കിളക്കുകയും കുത്തിയൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും ആ ഒരു കുന്താലി എന്നൊക്കെ പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉള്ളത് കാരണം നമ്മൾ കുറച്ച് നേരം ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നല്ല രീതിയിൽ ടയേർഡാവും. പക്ഷേ ഈ ഒരു കുന്താലി എന്ന് പറയുന്നത് നല്ല യൂസ്ഫുൾ ഉള്ളതാണ് കേട്ടോ. നമുക്ക് പിന്നെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് നമ്മൾ സാധാരണ ഒരു ടൈം എടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ ടൈം നമുക്ക് മുമ്പോട്ട് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ ആ ഒരു ഭാഗമൊക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ പടവലങ്ങ നമ്മൾ കഴിഞ്ഞ ദിവസം പേപ്പർ കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ആ പേപ്പറൊക്കെ തറയിൽ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ആ പടവലങ്ങ നല്ല രീതിയിൽ ചീത്തയായിട്ടുണ്ടായിരുന്നു. 2 പടവലങ്ങ ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. അത് രണ്ടും നല്ല രീതിയിൽ ചീത്തയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു പേപ്പർ കുത്തിയിടാതിരുന്നപ്പോൾ തന്നെ അവിടെ ഈച്ചയുടെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷേ ഇന്ന് ചെന്ന് നോക്കിയപ്പോൾ ഈച്ച അതിനെ നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്ത് അതിനെ നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതെല്ലാം എടുത്ത് കളഞ്ഞു. നല്ല രീതിയിൽ പുഴുവൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പുറത്തെ ഒരു ഭാഗത്തും വീണ്ടും പടവലങ്ങ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെ ഒന്ന് പേപ്പറൊക്കെ കുത്തിയിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഭാഗത്തുണ്ടായിരുന്ന പാവയ്ക്കയിൽ നമ്മൾ പേപ്പർ കുത്തിയിട്ടതിനകത്തൂടെയും കയറി ഈച്ച അതിനെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുമൊക്കെ നമ്മളൊന്ന് മാറ്റി വീണ്ടും അതിനെ നമ്മൾ വിത്ത് എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വിത്ത് കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ പേപ്പറെല്ലാം ഓപ്പൺ ചെയ്ത് വിട്ട് അതിനെ ഒന്ന് പഴുക്കാൻ വേണ്ടിയിട്ട് വിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു ഭാഗത്തെ പോച്ചകളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എല്ലാം കൂടെ ഒരു ഭാഗത്തേക്ക് കൂട്ടിയിട്ട് ഉണങ്ങുമ്പോൾ കത്തിക്കാലോ എന്നുള്ള രീതിയിൽ കൂട്ടിയിടുകയാണ്. പലയിടത്ത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടവും കത്തിച്ച് കളയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആ പോച്ച പിച്ചി ഇട്ടിരുന്ന ഭാഗത്തും കുറച്ച് പോച്ചകളൊക്കെ ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഭാഗവും എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് ഇപ്പുറത്തെ പണയിലും കുറേ പോച്ചകൾ ഉണ്ടായിരുന്നു. എല്ലാ പോച്ചകളും കൂടെ എടുത്തിട്ട് നമ്മൾ ഒരു ഭാഗത്ത് കൊണ്ടിട്ടിട്ട് അത് നല്ല രീതിയിൽ വെയിലത്തിട്ട് നമ്മൾ ഉണക്കിയെടുക്കും കേട്ടോ. എന്നിട്ട് മാത്രമേ നമ്മൾ കത്തിച്ചെടുക്കാറുള്ളൂ. പിന്നെ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വള്ളി പോലെ നിൽക്കുന്ന ആ ഒരു പോച്ച ഉണ്ടല്ലോ, ആ പോച്ചകൾ ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു വളം തന്നെയാണ് കേട്ടോ. നമ്മൾ മറ്റേ വളം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്ക് നമ്മളിതിനെ ഉണങ്ങി തുടങ്ങിയ പോച്ച നമ്മൾ അതിനകത്ത് കൊണ്ടിടാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ താഴത്തെ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ പിന്നെ എന്താണ് നമ്മുടെ വിറകിൻ്റെ ചാരം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചാമ്പൽ പോയി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ 2 ചാക്ക് ചാമ്പൽ ഇരിപ്പുണ്ടായിരുന്നു. നമുക്കിവിടെ ചാമ്പലിൻ്റെ ഒരു ഉപയോഗം വളരെ കുറവാണ്. കാരണം നമ്മൾ ഒരുപാട് ഇവിടെ അടുപ്പിൽ വേവിക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. മെയിൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു പൊടി അലർജി ഉണ്ടാക്കുന്ന ഒന്നാണ് കേട്ടോ. എനിക്കതുകൊണ്ട് എനിക്കാണെങ്കിൽ അടുപ്പ് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലൊരാളാണ്. അടുപ്പിലൊക്കെ ചെയ്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് ഈ ഒരു ചാരപ്പൊടിയും ഭയങ്കര അലർജിയാണ്. ഞാനിത് ചെയ്യുമ്പോൾ പറയായിരുന്നു ഇനി എന്താ
ഏതാവോ എന്ന് അറിയത്തില്ല എന്ന്. എന്തായാലും താഴെ പോയി നമ്മൾ കുറേ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം നമ്മൾ നമ്മുടെ ആ ഒരു ഭാഗത്തെല്ലാം ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. ഏറ്റവും നല്ലൊരു വളമാണ് കേട്ടോ, കീടനാശിനികളോ കാര്യങ്ങളൊന്നും വരാതെ തന്നെ, മറ്റ് പുഴുക്കളുടെ ശല്യങ്ങളോ ഒന്നും വരാതെ എല്ലാത്തിനും ഏറ്റവും ബെസ്റ്റ് ഒരു മരുന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചാമ്പൽ എന്ന് പറയുന്നത്. മാക്സിമം ഉള്ളിടത്തെല്ലാം നമ്മൾ 2 ബക്കറ്റേ ഞാനിന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഒരു ചാക്കും കൂടി ഇരിപ്പുണ്ട്. നാളെയും കൂടെ പോയിട്ട് എടുത്തിട്ട് വന്നിട്ട് ബാക്കി ഭാഗങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം. വെണ്ടയുടെ മണ്ടയിലും പിന്നെ മറ്റേ നമ്മുടെ പയറിൻ്റെയും കോവലിൻ്റെയും പാവലിൻ്റെയും സകലതിൻ്റെയും ദേഹത്തേക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളതെല്ലാം അവിടെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മുളകെല്ലാം ഇങ്ങനെ മുറ്റി നിൽപ്പുണ്ടായിരുന്നല്ലോ, മുളകൊക്കെ അത്യാവശ്യം ചീത്തയൊക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതുങ്ങൾക്കും എല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു സ്പ്രേ ബൂസ്റ്റ് ചെയ്യുന്ന അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ അതിനുശേഷം അത്യാവശ്യം ഗ്രോത്തൊക്കെ ആയി തുടങ്ങി, ചെറിയ ചെറിയ രീതിയിലൊക്കെ പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എത്രത്തോളം സക്സസ് ആവുമെന്നറിയില്ല. എന്തായാലും നമുക്ക് ഒരു ട്രിപ്പും കൂടെ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്യാനുണ്ട്. പിന്നെ മറ്റൊരു വളവും കൂടെ നമ്മൾ ഇതേപോലെ സ്പ്രേ ചെയ്യുന്ന ഒരെണ്ണം കൂടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരും വീഡിയോകളിൽ ഞാൻ പറയാം. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ, ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുന്നെങ്കിൽ ആയിക്കോട്ടെ. അങ്ങനെ ഞാൻ ആ ഒരു ചാമ്പൽ അവിടെ എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് പറയുകയായിരുന്നു ഞാൻ എന്താവുമെന്ന് അറിയില്ല, കാരണം ഈ ചാമ്പൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അലർജി ഉണ്ടാക്കുമല്ലോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഏറ്റവും മുഖ്യം നമ്മുടെ കൃഷി തന്നെയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു പിന്നെ എന്താണ് നമ്മുടെ മുളകിലേക്കും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് മഴയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അത് മണ്ണോട് തന്നെ ചേർന്ന് നല്ലൊരു വളമായി കിട്ടിക്കോളും. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു. ഇഞ്ചി നട്ടെടുത്തും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓലയുടെ ഉണങ്ങിയ മണലും അതിൻ്റെ മണ്ടയിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ഈർപ്പം തങ്ങി നിന്നിട്ട് അതുങ്ങൾക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ വാടി പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ്. എന്തായാലും ആ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബാലൻസ് ഉണ്ടായിരുന്നത് കുറേ എടുത്ത് നമ്മുടെ നമ്മുടെ വാഴയ്ക്കും പയറിൻ്റെയൊക്കെ മുകളിലേക്ക് കുറേയൊക്കെ വിതറിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും കൊണ്ടുവന്നതെല്ലാം നമ്മൾ വേസ്റ്റ് ആക്കാതെ തന്നെ മാക്സിമം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ആ ഒരു ഭാഗത്ത് കിടന്ന പയറിനകത്ത് അത്യാവശ്യം കുറച്ച് പയറൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പിച്ചി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെയും കുറേ പയർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് നിൽപ്പുണ്ട്, നാളത്തേക്കുള്ളത് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു റിലേറ്റീവ് ഒരു അങ്കിള് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് നമ്മൾ ആ ഒരു പിച്ചി വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മളത് കൊടുത്തു വിട്ടു കേട്ടോ. അങ്ങനെ അതിനുശേഷം നമുക്ക് താഴെ നമ്മൾ നമ്മുടെ ചാമ്പൽ എടുക്കാൻ പോയപ്പോൾ ചേച്ചി നമുക്ക് ചേനയുടെ 2 വിത്ത് തന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചേനയുടെ വിത്ത് ചെറിയ രീതിയിൽ ഇങ്ങനെ അതിനകത്ത് നിന്ന് അതിൻ്റെ ഇങ്ങനെ മുളച്ച് വന്ന നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരത് നടാൻ വെച്ചിരുന്നേ അല്ല. അപ്പോൾ എന്നോട് പറഞ്ഞു നീ കൊണ്ടുപോയി നട്ടോളൂ എന്ന് പറഞ്ഞിട്ട് എനിക്കങ്ങനെ ചേച്ചി അതിൻ്റെ 2 ചേനയുടെ വിത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുഴിയെടുക്കുകയാണ് കേട്ടോ. ആ ഒരു സ്ഥലത്ത് നല്ല വെയിലൊക്കെ അടിച്ച് കിടന്ന് നമുക്ക് വെള്ളമൊക്കെ ഈർപ്പമൊക്കെ മാറിയതുകൊണ്ട് കുഴിയെടുക്കാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ചെറിയൊരു കുഴി കിട്ടി കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ അപ്പുറത്തൊരു സൈഡിൽ കുഴിയെടുക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. കാരണമെന്ന് വെച്ചാൽ അവിടെ മണ്ണിനകത്ത് ആ ഒരു കുന്താലി തട്ടുമ്പോൾ തെറിച്ച് പോകുന്നതല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാൻ തുടങ്ങിയില്ല. അതുകൊണ്ട് ഈ ഒരു വാഴയുടെ സൈഡിൽ വന്ന് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ഈർപ്പം ഉണ്ടാകുമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അവിടെ വന്ന് നമ്മൾ കുഴിയെടുത്തത്. എന്തായാലും പറ്റുന്ന രീതിയിൽ എന്നെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഞാനൊരു ചെറിയൊരു കുഴിയായാലും എടുത്തിട്ടുണ്ട്. അടുത്തൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ മമ്മിയാണിത് നട്ടെടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഒരു വിശ്വാസമുണ്ട് മമ്മി നട്ടാൽ നല്ല രീതിയിൽ അത് കിളിർത്ത് വരും എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എന്ത് സാധനം കിട്ടിയാലും മമ്മി കൊണ്ട് മാത്രമേ ചെയ്യിപ്പിക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ ആ ഒരു കുഴിയുടെ സ്ഥലത്ത് ഉണ്ടായിരുന്ന പോച്ചകളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ പിഴുത് മാറ്റുന്നുണ്ട്. മാറ്റിയിട്ട് അതിനകത്തേക്ക് നമ്മളത് നട്ടു കൊടുക്കുകയാണ് കേട്ടോ. കിളിക്കില്ലയോ എന്നൊന്നും അറിയില്ല, എന്തായാലും കിളിക്കുമെന്നാണ് വിശ്വാസം. കാരണം നല്ല രീതിയിൽ അത് കിളിർത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം, ഇതിൻ്റെയൊക്കെ നമ്മുടെ ആ ഒരു ജേർണിയും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൃഷികളൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ നേരത്തെ നട്ടിട്ടുണ്ടായിരുന്ന കൃഷികളൊക്കെ കഴിയാറായി. സെക്കൻഡ് റൗണ്ട് കൃഷി നമുക്ക് ചെയ്യാനുള്ള ടൈമും ആയിക്കൊണ്ടിരിക്കും. നമുക്ക് ചെറുതായിട്ടൊക്കെ വിത്തുകളൊക്കെ കിളിച്ച് തുടങ്ങുന്നുണ്ട്. ഇനി ഇതുങ്ങളെയൊക്കെ ഒന്ന് പിരിച്ച് മാറ്റി നടേണ്ട ഒരു ടാസ്ക് മാത്രമേ നമുക്കുള്ളൂ. വെണ്ടയുടെയും ചീരയുടെയും ഒക്കെ ടൈം കഴിഞ്ഞിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഇനി മാറ്റി പറമ്പൊക്കെ നല്ല രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് കൊത്തി കിളച്ചെടുത്തിട്ട് വീണ്ടും വളങ്ങളും ചാമ്പലും നമ്മുടെ ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതിനെ എല്ലാത്തിനും കൂടെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നടാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസുകൾ എല്ലാവരും കാണുന്നുണ്ട്, അറിയുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.